ഇന്നത്തെ നമ്മളെ റെസിപ്പി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്ത ഏത് ആൾക്കാർക്കും ചിക്കൻ്റെതായാലും എഗ്ഗ് വെച്ചിട്ടും വെജിറ്റബിളൊക്കെ വെച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ് ഈ ഒരു റെസിപ്പി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളം വെച്ചിട്ട് റൈസ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ. ഇത് വൈറ്റ് റൈസ് ഇല്ല, ബസുമതി റൈസ് ആണെങ്കിൽ അതെടുക്കാം. ഇത് സെല്ല റൈസ് വൈറ്റ് കളറുള്ള ആ റൈസാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ അത് കുറച്ച് സമയം കുതിർത്തിട്ട് അതൊരു 3/4 വേവാണ് വരെ വേവിച്ചിട്ട് നമ്മൾ ഇത് ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നത്. ഇത് നമ്മൾ സാധാ വെള്ളം എന്താ പറയുക തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇതിൽ റൈസ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കുക. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നല്ലോണം പച്ചവെള്ളം കൂടി ഒന്ന് ഉപയോഗിച്ചിട്ട് ഇതിൽ എന്താ പറയുക കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഒന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. കുറച്ച് ഒന്ന് ചൂടാറിയിട്ടുള്ള റൈസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതിൽ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിളൊക്കെ വെച്ചുള്ള ഈ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്താണേ. ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് ഒരു സവാള, മീഡിയം സൈസ് സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏത് ടൈപ്പിലുള്ള എന്താ പറയുക ഫ്രൈഡ് റൈസ് നമുക്ക് ഈ റെസിപ്പി ചെയ്യണ പോലെ തന്നെ ചെയ്ത് നോക്കുകയാണ് അതേപോലെ മാറ്റിയെടുത്താൽ മതി കേട്ടോ. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ വെച്ചിട്ട് ചെയ്യുക. ഇത് ഞാൻ എഗ് ഫ്രൈഡ് റൈസാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് അല്ലെങ്കിൽ 3 നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് അതൊന്ന് കുറച്ചൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റാണ് എടുത്തത് കേട്ടോ. വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയേ. അപ്പോൾ ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ വെജിറ്റബിൾസ് ഇതിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് കൂടാതെ നോക്കിയാൽ മതി. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം വെജിറ്റബിളൊക്കെ സൈഡിലേക്ക് നീക്കി കൊടുത്ത ശേഷം ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 മുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് ചിക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ വേറെ ഫ്രൈ പാനിൽ അതേപോലെ ചിക്കിയിട്ട് ഇതിൽ മിക്സാക്കി എടുത്ത് കൊടുത്താലും മതി. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ചെയ്തെടുത്താണ് കേട്ടോ. ഇതിലേക്ക് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയേ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണ പോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുത്താലും മതി. മുട്ട നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരുന്നതിന് മുന്നേ ഇതുപോലെ നല്ലോണം ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അതുപോലെ എല്ലാം ചിക്കി എടുത്താലാണ് വേറിട്ട് നിൽക്കുള്ളൂ. എന്നിട്ട് പിന്നെ എല്ലാ വെജിറ്റബിൾസും കൂടി ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എത്രയാണോ റൈസ് ഉണ്ടാക്കണം അതിനനുസരിച്ച് വെജിറ്റബിൾക്കുള്ളത് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, സുർക്ക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് ഏകദേശം 1 കപ്പൊക്കെ ഉണ്ടാവും. നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. സ്പ്രിംഗ് ഒനിയൻ ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രൈഡ് റൈസിന്. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ ചിക്കൻ്റെ ഫ്രൈഡ് റൈസാണ് തയ്യാറാക്കണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ചിക്കനും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ട് ഈ ഒരു സമയത്ത് ഇതുപോലെ വഴറ്റിയെടുത്താൽ മതിയേ. ഇതിലേക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ റൈസ് കുറച്ചാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള എന്താ പറയുക വെജിറ്റബിൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് ഏകദേശം ഒരു 4 ഗ്ലാസ് റൈസിനുള്ളതാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ അടുത്ത് കാബേജോ അതൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ നമുക്ക് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം ഞാൻ അതിലേക്ക് റൈസ് കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ റൈസുകൾ തമ്മിൽ കുഴഞ്ഞു പോകില്ല, അങ്ങനെ മുറിഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടും കേട്ടോ. എന്നിട്ട് പതുക്കെ ഇതുപോലെ നമ്മൾ ഈ ഒരു കോരി വെച്ചിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ റൈസും ഇതുകൂടി വെജിറ്റബിളും കൂടി നല്ലോണം ചൂടാക്കി എടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണേൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട്
ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്താൽ മതി കേട്ടോ റൈസ്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഓയിൽ നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പാകത്തിനുള്ള ഓയിലാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ കടായോ അല്ലെങ്കിൽ ചില്ലി ചിക്കനോ ഒക്കെ ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെജിറ്റേറിയൻസിനാണെങ്കിൽ ഗോബി മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ എഗ്ഗ് ചേർക്കാൻ തന്നാൽ മതി. പിന്നെ വെജ് ഫ്രൈഡ് റൈസ് ആണ് നിങ്ങൾക്ക് വെച്ചാൽ വേണ്ടെങ്കിൽ ചിക്കനോ പിന്നെ മുട്ടയൊന്നും ചേർക്കാതെ വെജിറ്റബിൾ മാത്രം ചേർത്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല രീതിയിൽ തന്നെ ഇത് ഡ്രൈ ആയി വന്നിട്ട് നമ്മൾ പിന്നെ റൈസിൻ്റെ വേവൊക്കെ പാകത്തിനായാലാണ് ഇതുപോലെ റൈസൊക്കെ ഒന്ന് വേറിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. അതുപോലെ ചിക്കൻ പീസും ഇതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൽ സാലഡോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടാം. ഞങ്ങളിവിടെ അച്ചാറും ചിക്കൻ്റെ ഈ ഒരു മസാലയും പിന്നെ ചിക്കൻ കടായും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.